വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുള്ള് വെടിവെപ്പായിരിക്കും. നമുക്കൊരു ഗൺസിന്റെ അഡോണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ ഒരു ഗൺസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. വർക്ക് ചെയ്യുമോ നോക്കി, അത്രേ ഉള്ളൂ, അല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു അഡോണില് നമുക്ക് ഇത്രയും ഗൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ മൈൻക്രാഫ്റ്റിലല്ല, ഇത് മൈൻക്രാഫ്റ്റ് പാച്ച് ആണ്. അതുകൊണ്ടാണ് എന്റെ ഈ ഒരു സ്കിന്നും കാര്യങ്ങളൊന്നും വരാത്തത്. നിങ്ങൾക്കിത് പാച്ച് ആണെന്ന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ ഈ ഒരൊറ്റ തെളിവ് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനായി. ഇപ്പൊ തന്നെ കണ്ടില്ല, ഒരു ടോട്ടൽ ലുക്ക് തന്നെ അങ്ങ് മാറിപ്പോയി. നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്ന പോലെയൊന്നും അല്ല ഇപ്പം. ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അതിന് അങ്ങനത്തെ ഒരു ഷെയ്ഡറാണിത്. അപ്പൊ ഓക്കെ, നമുക്ക് എന്തായാലും ഓരോ ഗൺസ് ആയിട്ട് എടുത്ത് കൈ പിടിക്കാം. ഈ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ഗൺസ് എല്ലാം എടുക്കാം. അപ്പൊ ഈ ഗൺസ് നമ്മൾ കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഗണ്ണുണ്ടെന്നൊന്നും കാണിക്കത്തില്ല. ഈ ഒരു പാച്ച്ഡ് വേർഷൻ എൻ്റെ കിടപ്പുണ്ടായിരുന്നു. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ തമ്പനയിലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് എന്തായാലും ഈ മഞ്ഞുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് മാക്സിമം അകന്നു പോവാം. ഇവിടുത്തെ ഈ ഗ്രാസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നനങ്ങും കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. നല്ല രസമാണ് അത് കാണാൻ. ഇത് അനങ്ങുമോ? ചെറിയൊരനക്കമുണ്ട്, ചെറിയൊരനക്കമുണ്ട്. മരത്തിന്റെ ഇല, അതും അനങ്ങുന്നുണ്ട്, അതും അനങ്ങുന്നുണ്ട്. ഫുൾ അനക്കമാണ് ഇവിടെ, ഫുൾ അനക്കമാണ്. അതേപോലെ തന്നെ ഇതിപ്പോ ഇങ്ങനെയെങ്കിലും സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം ഞാൻ എൻ്റെ റണ്ടർ ഡിസ്റ്റൻസ് എനിക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഗണ്ണിന്റെ അഡോണ് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഇവൻ എന്ത് തേങ്ങ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗണ്ണായ ഗണ്ണ്, നല്ല പേര്, ഇത് ഗണ്ണ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് അറിയാടെ, നീ ഇനി എഴുതിയും കൂടി കാണിക്കണ്ട ഗണ്ണാണെന്ന്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു ഗണ്ണ് വെച്ച് ഈ പന്നിക്കിട്ട് വെടിവെച്ച് കഴിഞ്ഞാൽ എത്ര ബുള്ളറ്റിൽ ചാവും എന്ന് നോക്കാം. എടാ, തോക്ക് വെച്ച് വെടിവെക്കുമ്പോ അമ്പും വലിയ ശബ്ദമോ? ഓക്കെ, നമ്മളിത് ലോങ് പ്രസ് ചെയ്ത് തന്നെ ഇത് ഫയർ ചെയ്തോണ്ടിരിക്കും. ഏതാ എന്റെ പൊന്നെ, നെയ്റ്റ് ഒക്കെ ആവുമ്പോഴുള്ള വൈബ് കണ്ട, ഏതാ? എന്തായാലും നെയ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചന്ദ്രനാണോ അത്? ഓക്കെ, എന്തായാലും നെയ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും കുറെ സോംബിയും സ്കെൽട്ടണും എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി വരും. എല്ലാവരും വരട്ടെ, നമ്മുടെ ഗൺസ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവന്മാർ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, ഇവിടെ സ്കെൽട്ടൺ ഓടി കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അവനെ, അമ്പോ കണ്ണൊക്കെ നോക്കി എറിച്ചു നിൽക്കണ് കണ്ണൊക്കെ, ഏതാ? അപ്പൊ നമുക്ക് തന്നെ വെടിവെക്കാം. പെട്ട 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 പെട്ടപ്പെ. എടാ, ബുള്ളറ്റ് എറിയുന്ന ഇത്. എടാ, ഈ തോക്കിന്റെ സാധാരണ നമ്മൾ വെടിവെക്കുമ്പോ ബുള്ളറ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ലേ പോകുന്നത്. ഈ ഒരു തോക്കിന്റെ ബുള്ളറ്റ് എന്നൊക്കെ പറയുന്നത് ചരിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ ഈ നൈറ്റ് വിഷൻ പോഷൻ കുടിച്ചപ്പോഴത്തേക്ക് കറക്റ്റ് രാവിലത്തെ ആ ഒരു ഫീൽ കേട്ടോ. ഇവിടെ സോംബി, ഇവിടെ ഒരു സോഡും കൊണ്ട് നിപ്പുണ്ട്. നമുക്ക് ഇവനിൽ തന്നെ ടെസ്റ്റ് ചെയ്യാം. സോംബിക്ക് ചുവപ്പ് കണ്ണാണല്ലേ? ഓക്കെ, ഒരു ബുള്ളറ്റ് വിട്ട് കൊണ്ടില്ലേ അവനത്. 2 3. എടാ, ഈ തോക്ക് കൊള്ളൂല കേട്ടാ, ഈ തോക്ക് കൊള്ളൂല. ഈ ഫസ്റ്റത്തെ ഗണ്ണെന്ന് പറയുന്ന ആ തോക്ക് കൊള്ളൂല, അത് ഒരുമാതിരി തോക്ക്. ഓക്കെ, അസാസിൻ ഗണ്ണ് വെച്ച് നമുക്ക് വെടിവെച്ച് നോക്കാം. ഓക്കെ, 1. അസാസിൻ ഗണ്ണ് സീനാണ് കേട്ടാ. 2 ബുള്ളറ്റ് തീരുവാള്. പക്ഷെ ഇത് ഞാൻ ഫയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അമ്പും വില്ലിന്റെ ശബ്ദമാണ് ഇതിന്. അതെന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ സോംബി ഉണ്ട്. സോംബി എത്ര വെടിക്ക് തട്ടിപ്പോവും നോക്കാം. നിക്കടാ അവിടെ. ഓക്കെ, 1 2 3. ഓക്കെ, സോംബി അസാസിൻ ഗണ്ണിന് 3 വെടിക്കാവും, 3 വെടിക്ക്. ഓക്കെ, ഡെസേർട്ട് ഗണ്ണോ? ഈഗിൾ ഗണ്ണ്. എടേ, സാധാരണ ഡെസേർട്ട് ഈഗിൾ എന്ന് പറയുന്ന ഒരൊറ്റ ഗണ്ണല്ലേ, ഇവര് ഡെസേർട്ട് ഗണ്ണും ഈഗിൾ ഗണ്ണെന്നും പറഞ്ഞ് ഇറക്കിയിരിക്കുന്നേ. നമ്മളത് നോക്കണ്ട. നമുക്ക് എന്തായാലും ഡെസേർട്ട് ഗണ്ണ് വെച്ച് വെടിവെക്കാം. ഓക്കെ, 2 3. അയ്യോ, അതെ, ബുള്ളറ്റ് പറന്നു പോകുന്നു കേട്ടാ. അയ്യോ, ജസ്റ്റ് മിസ്. 4 ബുള്ളറ്റ് വെച്ച് വെടിവെച്ചിട്ട് പോലും ആ ഒരു ഡെസേർട്ട് ഗണ്ണില് ഇതേപോലെ സോംബി ചത്തില്ല. പക്ഷെ നമ്മുടെ അസാസിൻ ഗണ്ണിൽ പെട്ടെന്ന് ചത്ത് കേട്ടോ. അസാസിൻ ഗണ്ണിൽ പെട്ടെന്ന് തന്നെ ചത്ത്. നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം കൂടി വെടിവെച്ച് നോക്കാം. ഓക്കെ, 5 ബുള്ളറ്റിലാണ് നമ്മുടെ ഡെസേർട്ട് ഗണ്ണിൽ ഇതേപോലെ ഒരു സോംബി ചാവുന്നത്. ഈഗിൾ ഗണ്ണിന്റെ അകത്ത് എത്രയാന്ന് നോക്കാം. ഈഗിൾ ഇതേ പോണു. 1 1
ഓ, ഈഗിൾ കണ്ണാണെങ്കിൽ ഇവർക്ക് ഡാമേജ് കേറിക്കൊണ്ടിരിക്കുമല്ലേ? ഓക്കെ, ഈഗിൾ കണ്ണാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം വെടിവെച്ചാൽ മതി, ഇവന്മാർക്ക് ഇങ്ങനെ ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കും കുറച്ചു നേരം. ഇനി നമുക്ക് രണ്ടാമത്തെ ബുള്ളറ്റ് വെച്ച് വെടിവെക്കുമ്പോൾ തന്നെ ചാവും. ഓക്കെ, കറക്റ്റ് 2 ബുള്ളറ്റിൽ ഇതേപോലെ സോംബി ചാവും നമ്മുടെ ഈഗിൾ കണ്ണ് വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ. ഇതെന്ത് നോക്കാ? ഇലക്ട്രിക് ഗണ്ണ്. ഓ, ഇലക്ട്രിക് ഗണ്ണാണ്. ഷോക്ക് അടിക്കുമായിരിക്കും അപ്പം. നോക്കാം. എടാ ഷോക്ക് അടിക്കടാ, ഇലക്ട്രിക് ഗണ്ണ് വെച്ചടിച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കണം. എടാ ഈ സോംബിക്ക് നെയ്റ്റ് വിഷൻ കിട്ടിയാ? എനിക്ക് ഉണ്ടല്ലോ ഈ പച്ച പാർട്ടികള്. സോംബിക്ക് നെയ്റ്റ് വിഷൻ കിട്ടിയാട്ടാ. ഇലക്ട്രിക് ഗണ്ണ് ഉള്ളാലോ. അവന്മാരെ കറണ്ട് അടുപ്പിച്ച് അവന്മാർക്ക് രാത്രിയും കൂടി പകലാക്കി കൊടുക്കും. നല്ല തോക്കാണ്. എടാ ഇത് വെച്ച് അടിച്ചതിന് ഇന്നൊല്ലും ചാകും അവൻ. എനിക്ക് തോന്നുന്നില്ല ഇന്ന് വല്ലതും ചാവുമെന്ന്. എത്ര പ്രാവശ്യം വെടിവെച്ചിട്ടാന്നറിയാം ചത്തേ. ഈ ഗൺസ് ഒന്നും അത്ര വലിയ സുഖമില്ല കേട്ടോ. ഹിറ്റ്മാൻ ഗണ്ണ്, ഇനി അടുത്ത ഹിറ്റ്മാൻ ഗണ്ണ്. ഇത് വല്ലതും എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു ഗൺസ് ഒന്നും യൂസ് ചെയ്തിട്ട് അത്ര സുഖം തോന്നുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഹിറ്റ്മാൻ ഗണ്ണിൽ 1 പ്രാവശ്യം വെടിവെച്ചു, 2 പ്രാവശ്യം വെടിവെച്ചു, 3 പ്രാവശ്യം വെടിവെച്ചു, 4 പ്രാവശ്യം വെടിവെച്ചു. 4 പ്രാവശ്യം വെടിവെച്ചപ്പോഴത്തേക്കാണ് ആ ഒരു ക്രീപ്പർ എത്തത്. നമുക്ക് സോംബിയിലൊന്ന് വെടിവെച്ച് നോക്കാം. ഹിറ്റ്മാൻ ഗണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഓരോ ഗൺസിനും ഓരോ പ്രത്യേകതയാണ്. അതാ സംഭവം. ഈ ഒരു ഹിറ്റ്മാൻ ഗൺ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ സോംബിയുടെ സ്പീഡ് കുറയും. കണ്ടോ, നമ്മൾ വെടിവെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി സ്ലോ ആയിട്ടേ പിന്നെ നടക്കത്തുള്ളൂ. സോംബി ആയാലും സ്പൈഡർ ആയാലും എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. സ്പൈഡർ നടക്കുന്ന പോലും ഇല്ല. കണ്ട, സോംബി കണ്ട, ആദ്യം പതിയെ നടന്നിട്ട് പിന്നെ സ്പീഡിൽ പോയി. അതാണ് ഈ ഒരു ഹിറ്റ്മാൻ ഗണ്ണിന്റെ പ്രത്യേകത. പക്ഷെ ഈ ഇലക്ട്രിക് ഗണ്ണിന് എന്താണ് പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്പീഡ് കൂടുമെന്നായിരിക്കും ഇനി ഇലക്ട്രിക് ഗണ്ണ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കിനി അടുത്ത ഗണ്ണ് നോക്കാം. മെഷീൻ ഗണ്ണ്. ഓക്കെ, മെഷീൻ ഗണ്ണ് കിട്ടി. മെഷീൻ ഗണ്ണ്. മെഷീൻ ഗണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ തുരുതുര വെടിവെച്ചോണ്ടിരിക്കുന്നതല്ലേ. ഇതിപ്പോ ഒരൊറ്റ ബുള്ളറ്റല്ലേ വെക്കാൻ പറ്റുന്നുള്ളൂ. ബുള്ളറ്റാണോ പറന്നുപോയെ? മെഷീൻ ഗണ്ണ് വെച്ച് വെടിവെച്ചിട്ട് സ്പൈഡർ പോലും ചാവുന്നില്ല. ഈ ഒരു മെഷീൻ ഗണ്ണ് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു സോംബിനൊന്ന് വെടിവെച്ച് നോക്കാം മെഷീൻ ഗണ്ണ് വെച്ച്. 1, 2, 3, 4, അയ്യോ ദേ പോണു, 5, 6, 7, 8, 9 ബുള്ളറ്റിലാണ് ഒരു സോംബി ചത്തത് മെഷീൻ ഗണ്ണ് വെച്ച്. പിന്നെ ഇതേപോലെ ഈ ഒരു മെഷീൻ ഗണ്ണ് വെച്ച് വെടിവെച്ചോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല, ഒരൊറ്റ ബുള്ളറ്റേ പോകത്തുള്ളൂ. എന്തൊക്കെ തോക്കാണ്. ഫയർ മെഷീൻ ഗണ്ണ്. ഓക്കെ, ഫയർ മെഷീൻ ഗണ്ണാണ് ഇനി നമ്മൾ യൂസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. തീ പോകും അപ്പം. 2. എടാ എന്തുവാടാ, ഇതിന്റെ പേരിന് മാത്രമേ മാറ്റമുള്ളല്ലോ, വേറെ ഒന്നിനും യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് ഈ സ്പൈഡറിനൊന്ന് വെടിവെക്കാം. ഓക്കെ, അതിനെ വെടിവെക്കുമ്പോൾ അതിൽ എന്തോ ഒരു എഫക്റ്റ് വരുന്നുണ്ട്, പക്ഷെ എന്തുവാന്നൊന്നും അറിയത്തില്ല. എന്തോ ഒരു എഫക്റ്റ് ഉണ്ട് അതിന്. സ്പൈഡറിന്റെ സ്പീഡ് കുറയുന്നതാണോ? ജസ്റ്റ് ഒന്നും കൂടി വെടിവെച്ച് നോക്കാം. എന്നിട്ട് ആ സ്പൈഡർ നടക്കുമ്പം കണ്ട കുറച്ചുകൂടി സ്പീഡ് കുറയുന്നുണ്ട്. അപ്പൊ ഈ ഹിറ്റ്മാൻ ഗണ്ണിന്റെ ഈ സെയിം സാധനം തന്നെ ആയിരുന്നല്ലോ. ഇപ്പൊ എഫക്റ്റ് പോയിട്ടുണ്ട്. ഇനി ആ സ്പൈഡർ നടക്കുമ്പം സ്പീഡിലാണോ? കണ്ടോ, ഇപ്പൊ ഈ ഒരു സ്പീഡുണ്ട്. ഇത് വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ പതിയായിരിക്കും. അപ്പോ കുറച്ചു നേരത്തെയും നമ്മള് വെടിവെച്ച സെയിം തോക്കിന്റെ പവർ തന്നെയാണോ ഇത്? പോയിസൺ മെഷീൻ ഗണ്ണുണ്ട്. പോയിസൺ മെഷീൻ ഗണ്ണുണ്ട്. ഇത് വെച്ചൊന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പോയിസൺ മെഷീൻ ഗണ്ണ് വെച്ച് വെടിവെച്ചിട്ട് ഇതേപോലെ പോയിസൺ പോലും അടിക്കുന്നില്ലല്ലോ. ഞാൻ വേറെ ഏതോ ഒരു തോക്ക് വെച്ച് വെടിവെച്ചപ്പോ പോയിസൺ അടിച്ചായിരുന്നു. എന്തൊക്കെയോ തകരാറുണ്ട് കേട്ടാ. ഹായ്, എന്റെ പൊന്നെ, സൂര്യൻ ഉദിച്ചേരുന്നതാണോ ഇത്? ഏതാ എന്റെ അമ്മോ. ഇവിടെ മാറിറക്ക, ഫ്രണ്ടി വന്ന് നിൽക്കുക അവൻ. കണ്ട എന്തൊരു രസമല്ലേ, സൂര്യൻ ഉദിച്ചേരുന്നതാണോ ഇത്? അമ്പോ, ഏതാ? എടാ ഏതാ ലുക്ക്, ഏതാ? എന്റെ പൊന്നെ, ഒരു പക്ക ഫീൽ കേട്ടാ ഈ ഒരു സൂര്യൻ ഉദിച്ചേർന്ന് കാണാൻ വേണ്ടി. അമ്പോ, ആകാശമൊക്കെ. പോയിസൺ മെഷീൻ ഗണ്ണ് വെച്ച് വെടിവെക്കുമ്പോ പോയിസൺ ഒന്നുമില്ല. വേറെ ഏതോ ഒരു തോക്ക് വെച്ച് ഞാൻ വെടിവെച്ചപ്പം അതിൽ പോയിസൺ വന്നായിരുന്നു. എല്ലാത്തിന്റെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തോ റിവോൾവർ ഗൺ. ഓ, റിവോൾവർ ആണിത്. റിവോൾവർ. ഓക്കെ, റിവോൾവർ വെച്ച് വെടിവെച്ചിട്ട് എന്തോ ഒരു എഫക്റ്റ് ഉണ്ട്. റിവോൾവർ വെച്ച് വെടിവെച്ചാലും സ്പൈഡർ പതിയെ നടക്കത്തുള്ളൂ. കൊള്ളത്തില്ല, ഇതിൻ്റെ അകത്തുള്ള ഗൺസ് ഒന്നും കൊള്ളൂല. ഇതിൻ്റെ അകത്തുള്ള ഗൺസ് ഒന്നും കൊള്ളൂല. കൊള്ളൂലെന്നല്ല, വലിയ ഗുണമില്ല.
ഇതെന്ത് കണ്ണാ? സ്നൈപ്പർ. സ്നൈപ്പറിന് ഒരൊറ്റ വെടിക്ക് ചാവേണ്ടതാണ്. ഓ, അത് മാത്രം കറക്റ്റ് കേട്ടാ. സ്നൈപ്പർ വക്കയാ കേട്ടോ. സ്നൈപ്പർ വക്കയാണ്. ഒരൊറ്റ വെടിക്ക് ചാവുന്നുണ്ട്. കാണിച്ചു തരാം. സോറി, അത് കൊണ്ടില്ല. സ്നൈപ്പറിന് റീലോഡ് ടൈം ഒക്കെ ഉണ്ട്. സ്നൈപ്പർ റീലോഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി ഒരൊറ്റ തോക്കും യൂസ് ചെയ്യാൻ പറ്റൂല. ഏതാ? കൊള്ളാം കേട്ടോ. സ്നൈപ്പർ നെയ്സാണ് ഉള്ളത് പറയാലോ. സ്നൈപ്പർ നെയ്സാണ്. പക്ഷെ ബാക്കിയുള്ള തോക്കിന്റെ എല്ലാത്തിന്റെയും പേരൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുവാന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ജസ്റ്റ് മിസ് കേട്ടാ. പക്ഷെ ഈ സ്നൈപ്പർ റീലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ നെയ്സാണ് കേട്ടാ. ഒരൊറ്റ വെടിക്ക് ചാവുന്നുണ്ട്. സാധനങ്ങളൊക്കെ ഒരൊറ്റ വെടിക്ക് ചാവുന്നുണ്ട്. അങ്ങ് ദൂരെ ഒരു പശു നിൽക്കുന്നു. ഓ, നമുക്ക് ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്യാം. നമുക്കിതിനെ ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്യാം. കണ്ട, സ്നൈപ്പർ കൊള്ളാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ തോക്ക് വെച്ചാലും ഒരൊറ്റ ഗണ്ണും കയ്യിൽ ഇല്ലാത്ത പോലെന്നെ ഇരിക്കുന്നുള്ളു. അതെന്താന്ന് അറിയാൻ പാടില്ല. എന്റെ ഈ ഒരു ഷെയ്ഡർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് അറിയാലോ, അതിനു വേണ്ടിയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണെന്ന് ആർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ? എനിക്ക് ഈ അഡോണിൽ ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ഗണ്ണാണ്. ഒന്ന് ഡെസേർട്ട് ഗണ്ണ്, മറ്റേത് ഈഗിൾ ഗണ്ണ്. എനിക്കറിയാവുന്ന ഒരു ഗണ്ണെന്ന് പറഞ്ഞാൽ അത് ഡെസേർട്ട് ഈഗിൾ എന്ന് പറയുന്ന ഒരു ഗണ്ണാണ്. ആ ഗണ്ണിനെ ഇവന്മാർ 2 ആക്കി മാറ്റിയിട്ട് ഡെസേർട്ട് ഗണ്ണ്, ഈഗിൾ ഗണ്ണ്, അങ്ങനെ 2 ഗണ്ണാക്കിയിട്ടുണ്ട്. ഈ ഒരു അഡോൺ ഉണ്ടാക്കിയവരുടെ മനസ്സിലോട്ട് പെട്ടെന്നൊന്നും നമ്മുടെ M4A1 AK-47 ഒന്നും വന്നു കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഡെസേർട്ടും ഈഗിളും 2 ഗണ്ണായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ഉള്ള വേറൊരു കാര്യം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മഴയുടെ കാറ്റ് വീശുന്നതിന്റെ കൂടെ തന്നെ ഒരു വെള്ള കളർ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇത്ര നേരം പതിയെ പതിയെ അനങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് അനങ്ങുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡർ നല്ലോണം ഇഷ്ടപ്പെട്ടത്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.